ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ചിന്തയ്ക്ക് എടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ വായിച്ചു കേട്ടത് നീ കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്കുക, അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യണം. സുവിശേഷം നാം ആദ്യം എങ്ങനെയാണ്, ആരിലൂടെയാണ് നാം കേട്ടത്? അപ്പോൾ നാം കേട്ട ആ സുവിശേഷം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചത്? ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി എന്ന് നാം ഒന്ന് ഓർക്കണം. അപ്പോൾ സുവിശേഷം നമ്മൾ കേട്ടു, സുവിശേഷം നമ്മെ നന്നായിട്ട് സ്വാധീനിച്ചു, സുവിശേഷം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. അപ്പോൾ ഈ സുവിശേഷത്തെ നാം ഒന്ന് കേട്ടത്, പ്രാപിച്ചത് നാം ഓർക്കണം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. 40-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നത്, ഒരു ഭാഗത്ത് ഞാൻ പാപികളിൽ ഒന്നാമൻ, ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പൗലോസ് അവിടെ പറയുകയാണ്. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ചിലരുടെ ജീവിതത്തെ സുവിശേഷം സ്വാധീനിച്ചത്, ചില വ്യക്തികൾ ഭയത്തിലും ഭീതിയിലും മരണവെപ്രാളത്തിലുമായിരുന്ന സന്ദർഭത്തിലാണ് സുവിശേഷം അവരെ സ്വാധീനിച്ചത്. ചിലർ പല നിലകളിലുള്ള രോഗങ്ങളാൽ അവർ വളരെ വേദനയിലും പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് നിരവധി ഡോക്ടർമാരുടെ മരുന്നുകൾ കഴിച്ചിട്ടും ഒട്ടും തന്നെ വിടുതൽ കിട്ടാത്തവണ്ണമായിരുന്ന വേളയിലാണ് ഈ സുവിശേഷം അവരെ സ്വാധീനിപ്പാനിടയായിത്തീർന്നത്. ചിലർ കടഭാരത്താൽ വലയുന്ന വേളയിൽ, ചിലർ മദ്യപാനത്തിന് അടിമപ്പെട്ട്, ചിലർ ലഹരിക്ക് അടിമയായി, ചിലർ മോഷണം, ചിലർ അടിപിടി, ചിലർ ദുർനടപ്പ് എന്നീ പാപത്തിൽ അടിമപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തികളെ അവർ ഈ സുവിശേഷം കേട്ട് അവരുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയെന്ന് നമുക്ക് അറിയാം. നിരവധി പേരുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം അവർക്ക് ലഭിച്ചു. എല്ലാറ്റിലുപരിയായിട്ട് രക്ഷ അനുബന്ധിച്ച നിത്യജീവൻ അവർക്ക് ലഭിച്ചതു ആ വ്യക്തികൾ വ്യക്തമായിട്ട് നാം അതൊന്ന് ഓർക്കണം, മറന്നു കളയരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തെ ഈ സുവിശേഷം രൂപാന്തരപ്പെടുത്തിയത് നാം ഓർക്കണം പ്രിയമുള്ളവരെ. പൗലോസ് വേറെ ഭാഗത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്നാണ് ആ കൊരിന്ഥി ലേഖനത്തിൽ പൗലോസ് അവിടെ പറയുന്നത്. സ്തോത്രം. അപ്പോൾ നാം കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, സുവിശേഷത്തിലൂടെ നാം പ്രാപിച്ചത്, പ്രിയമുള്ളവരെ, നാം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നാം അതിനെ യാതൊരു നിലകളിലും നഷ്ടപ്പെടുത്തി കളയാതെ ഞാനും നിങ്ങളും പ്രാപിച്ചതിനെ സൂക്ഷിച്ചു കൊള്ളണം. കർത്താവ് നമുക്ക് തന്ന ശുശ്രൂഷയായാലും വിടുതലുകളായാലും വിശുദ്ധിയായാലും ഏത് മേഖലയിലും ദൈവം സുവിശേഷത്തിലൂടെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി നമ്മെ അനുഗ്രഹിച്ചതിനെ നാം അതിനെ നഷ്ടപ്പെടുത്തി കളയാതെ
നാം അതിനെ സൂക്ഷിക്കുന്നവരായിരിക്കണമെന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാം മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 43 മുതലുള്ള ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തേതിലും വല്ലാതെയാകും. ഹല്ലേലൂയ! ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വേദഭാഗത്തിലൂടെ നാം ഒരു സത്യം അറിഞ്ഞിരിക്കണം. അതിത്രയേ ഉള്ളൂ. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി പിന്നത്തേതിൽ പാപത്തിൽ വീണുപോയാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ നിന്ന് ഉടൻ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ! അപ്പോൾ പരിശുദ്ധാത്മാ വ്യക്തിയിൽ ഉടൻ തന്നെ വിട്ടുപോകുന്നു. അതിനുശേഷം എന്താ ആ മനുഷ്യൻ ആ വ്യക്തിയിൽ സംഭവിക്കുന്നത്? ഉടൻ തന്നെ ആ വ്യക്തിയിൽ പാപത്തിൻ്റെ ആത്മാവ് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വായിച്ചത് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നാണ്. സ്തോത്രം! അപ്പോൾ ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, മനസ്സിലാക്കിയാണ്, നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാം ഈ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ 1000-ത്തിലോ അല്ലെങ്കിൽ 10,000-ത്തിലോ ചില വ്യക്തികൾ അവർ ഇപ്രകാരം മാനസാന്തപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തികൾ പിന്നത്തേതിൽ അവർ അവിടെ പാപത്തിൽ വീണുപോയി. അവരുടെ സ്ഥിതി ഈ വചനപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുവാനായി കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വ്യക്തികളെ, സഹോദരങ്ങളെ, ദൈവമക്കളെ, സ്തോത്രം, നാം എവിടെയാണ് പോയത്, എവിടെയാണ് നാം വീണുപോയത് എന്ന് ഓർത്ത് നാം അനുതപിച്ച് നമ്മുടെ തെറ്റിനെ തിരുത്തി മടങ്ങി വരികയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ! അപ്രകാരം നമ്മൾ 2 ദിനവൃത്താന്ത പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തു നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എന്നാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുവാനായി സാധിക്കുന്നത്. ആകയാൽ ഈ നിമിഷത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ മാനസാന്തപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തികൾ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വീണ്ടും നിങ്ങൾ പാപത്തിൽ വീണുപോയിട്ടുണ്ട് എങ്കിൽ, ഈ നിമിഷത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളെ തെറ്റുകളെ തിരുത്തി നിങ്ങൾ സ്ഥാനപ്പെട്ട് മടങ്ങി വരികയാണെങ്കിൽ കർത്താവ് നിങ്ങളെ ചേർത്തുകൊള്ളുവാനായിടയായിത്തീരുമെന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗം സർദീസ് സഭയോടാണ് ആലോചന വിളിച്ചു പറയുന്നത്. നീ പ്രാപിക്കുകയും നീ കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മനസ്സാന്തരപ്പെടുകയും ചെയ്യുക എന്ന് ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ,
കർത്താവായ യേശു അരുളി ചെയ്യുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൂത് അവനിവിടെ സഭയോട് പറയുകയാണ്, ഹാലോ, നിങ്ങൾ പ്രാപിച്ചത്, നീ കേട്ടത് എല്ലാം നീ നഷ്ടപ്പെടുത്തി കളയാതെ നീ അതിനെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിപ്പാനായിടയായിത്തീരുമെന്ന് ദൂത് പറഞ്ഞ് നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ആകയാൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാപിച്ചതിനെ, കേട്ടതിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടവരാതെ വേണം. നാം അതിനെ സമൂലമായിട്ട് പരിപാലിച്ച് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ അതിയായി സഹായിക്കട്ടെ. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സുവിശേഷത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ആ സുവിശേഷത്തെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ ഞങ്ങളതിനെ പരിപാവനമായി സൂക്ഷിച്ചുകൊണ്ട് മുന്നേറുവാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ, ശക്തി ഞങ്ങളുടെ മേൽ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.